മിഥുന് ഭയങ്കര ജാടയാണല്ലേ. ഇങ്ങോട്ട് ഞാനൊരു എക്സാം എഴുതിയിട്ടുണ്ട്. പോസിറ്റീവ് റിസൾട്ട് ആണെങ്കിൽ മാത്രം ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യുള്ളൂ. Let's go in, go become dreaming through. ഇപ്പോൾ ഞാൻ ഷിഫ്റ്റ് കഴിഞ്ഞ് വന്നു. ഞാൻ അങ്ങനെ വിചാരിക്കുമായിരുന്നു ഒരു ലോങ് വീഡിയോ എടുത്താലോ. അപ്പോൾ ഇന്ന് നമുക്ക് ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോയി ഇങ്ങനെ ചെറിയൊരു പരിപാടിയുണ്ട്. അപ്പോൾ വിചാരിച്ചു ഇന്ന് അവിടെ പോകുന്നതൊക്കെ നമുക്കിന്ന് ഇന്നൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ലോങ് വീഡിയോ എടുത്തിട്ട് ഒരുപാട് കാലമായി. ഞാൻ എൻ്റെ കല്യാണത്തിനാന്ന് തോന്നുന്നു ആ സമയത്താണ് ഞാൻ ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്തത്. പിന്നെ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്ന് ഒരു ലോങ് വീഡിയോ എടുക്കാം. ഇപ്പോൾ ഞാൻ ഷിഫ്റ്റ് കഴിഞ്ഞ് വന്നേ ഉള്ളൂ. ഞാൻ ഇന്ന് മിഥുനോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ എന്തെങ്കിലും നല്ല വിശപ്പുണ്ട്, ഒന്നും കഴിക്കാനില്ല. അപ്പോൾ അവൻ പറഞ്ഞു ഒന്നുമില്ല, അവൻ ഉറങ്ങിപ്പോയി, ഒന്നും ഉണ്ടാക്കിയില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ ദേഷ്യം പിടിച്ച് വരികയായിരുന്നു. അങ്ങനെ വീട്ടിൽ വന്ന് വാതിൽ തുറന്നപ്പോൾ നല്ല സ്മെല്ല്. അയ്യോ, അപ്പം അവനുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഗൈസ്. ക്യാമറ അവരുടെ നെയ്ച്ചോറും ചിക്കൻ കറിയും ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ. അപ്പോൾ അത് അവൻ ഉണ്ടാക്കുന്ന എക്സ്പെക്ട് ചെയ്തില്ല. അവൻ ഇങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട്. ഇടയ്ക്ക് ഇതവന് ഇടയ്ക്കിടയ്ക്ക് ചെയ്യെങ്കിലും എനിക്ക് എന്തത് മനസ്സിലാവാത്ത ചില സമയത്ത് ഞാൻ എക്സ്പെക്ട് ചെയ്യട്ടോ. ചിലപ്പോൾ ആ സമയത്ത് ശരിക്കും അവനൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. പക്ഷെ ഇന്ന് ശരിക്കും സർപ്രൈസ്ഡ് ആയി. അപ്പോൾ നമ്മളിങ്ങനെ ക്ഷീണിച്ച് വരുമ്പോൾ ഇങ്ങനെ ഫുഡ് കാണുമ്പോൾ ഭയങ്കര സന്തോഷമില്ല. എന്ന് ഞാൻ ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് ആകെ പ്രാന്ത് പിടിച്ച് വന്നായിരുന്നു. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് സന്തോഷം. അപ്പോൾ ഇനി ഇങ്ങനെ എന്ത് കോലല്ലേ, ഒരു കുരു വന്നിട്ടുണ്ട്. എന്തായാലും ഇനി പോയി കുളിച്ച് ഒന്ന് മെനയായിട്ട് വരാം. അങ്ങനെ കുളി കഴിഞ്ഞു. ഇത് നല്ലോണം അറിയുന്നുണ്ടല്ലേ. നല്ല തണുപ്പുണ്ട്, നല്ല തണുപ്പ്. ഇവിടെ മഴയാണ്. മഴ എന്ന് പറഞ്ഞാൽ തണുത്ത് വിറങ്ങലിക്കുന്ന മഴ. അപ്പോൾ ഞാനിപ്പോൾ എന്തൊക്കെയാണ് പറയണത്. ഞാനുണ്ടല്ലോ യൂഷ്വലി ഒരു 7:30, ഇപ്പോൾ 7 to 7 ഷിഫ്റ്റ് ആണെങ്കിൽ മാക്സിമം ഇപ്പോൾ ജോലി കഴിഞ്ഞ് വന്ന ഒരു 8 മണിൻ്റെ ഉള്ളിൽ ഞാൻ ഫുഡ് കഴിക്കാം. അല്ലാത്ത ദിവസങ്ങളാണെങ്കിൽ മേ ബി ഞാനൊരു 6:30 ആകുമ്പോഴത്തേനും ഡിന്നർ കഴിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനൊന്നും കഴിക്കില്ല. അങ്ങനെയാണ് പൊതുവേ. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോകണം. അപ്പോൾ എന്തായാലും ഫുഡ് കഴിക്കും. അപ്പോൾ ഞാൻ ഓർത്ത് എപ്പോഴും അപ്പം കഴിക്കുന്നില്ല. അപ്പോൾ പിന്നെ ഇപ്പം കഴിക്കണ്ടല്ലോ. വീട് മെസ്സിയാണ്. അപ്പോൾ ഇതിപ്പോൾ കഴിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിങ്ങനെ ഇരുന്നു. പക്ഷെ എനിക്കിതിൻ്റെ സ്മെല്ലടിച്ചിട്ട് കഴിക്കാതിരിക്കാൻ പറ്റുന്നില്ല. ഞാൻ കഴിക്കാൻ പോവാം. 2 കൽപ്പിച്ച് കഴിക്കും. ഇന്ന് എന്തായാലും കഴിക്കുമല്ലോ. അപ്പോൾ പിന്നെ ഇന്ന് ഇങ്ങനെ അധികം ഒന്നും ചിന്തിക്കണ്ട. ഞാൻ ഇപ്പം അങ്ങോട്ട് കഴിക്കാൻ പോവാം. എനിക്കത് വിശപ്പ് കുറച്ചുണ്ട്, പക്ഷെ എന്നാലേ കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷെ ഇതിൻ്റെ സ്മെല്ലടിച്ചിട്ട് ആ ടേസ്റ്റ് ഞാൻ ചെറുതായിട്ടൊന്ന് ടേസ്റ്റ് ചെയ്തൊക്കെ ഇപ്പോൾ ടേസ്റ്റിനോട് എനിക്ക് കഴിക്കാതിരിക്കാൻ പറ്റണില്ല. അത് കഴിക്കാൻ പോവാം. ഞാൻ ഇങ്ങനത്തെ ഒരു അസുഖമുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കാര്യത്തിലേക്ക് ഭയങ്കര സംശയം വന്നാൽ ഞാൻ ഇടയ്ക്ക് ആരോടെങ്കിലും ചോദിക്കും. അപ്പം ഞാൻ അത് കഴിച്ചു കഴിഞ്ഞാൽ കുഴപ്പമുണ്ടോ നോക്കി. യൂഷ്വലി ഇതിൻ്റെ ഒരു മെയിൻ ഒരു എൻ്റെ അമ്മയായിരുന്നു. ഇങ്ങനെ ചില കാര്യങ്ങൾ അമ്മ ഇങ്ങനെയൊക്കെയാണ്. അപ്പം ഞാൻ അതിന് പോയാലോ ഭയങ്കര സില്ലിയായിട്ടുള്ള കാര്യമായിരിക്കും. പക്ഷെ അമ്മ ഭയങ്കര സീരിയസ് ആയിട്ട് മറുപടി പറയട്ടെ. അപ്പോൾ അതുപോലത്തെ ഇപ്പം എൻ്റെ മിഥുനോ ഇപ്പം ഞാൻ കഴിച്ച കുഴപ്പമുണ്ടാവില്ലല്ലോ. എനിക്കൊരു ഉറപ്പിനുണ്ട്. എനിക്ക് ലേശം വെട്ടാൻ തോന്നില്ല അത് കേൾക്കുമ്പോൾ. എന്തായാലും ഞാൻ കഴിക്കാൻ പോവാണ്. അതാണ് സംഗതി. ഒരു നെയ്ച്ചോറൊന്നുമല്ല കേട്ടോ. അവൻ പറഞ്ഞ അവൻ മന്തി റൈസ് പോലെ ഉണ്ടാക്കിയതാന്നാ പറഞ്ഞേ. സാധനം അരിയൊക്കെ നല്ല കറക്റ്റ് വേവും നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. ആ കളർ നോക്കി ചിക്കൻ സ്റ്റോക്കിലാണോ വേവിച്ചേ? എന്തായാലും നമുക്ക് കഴിക്കാം. ഹലോ, നമുക്ക് ടി വി ഒക്കെ കണ്ട് ഫുഡ് കഴിക്കാം. എൻ്റെ ഫോണിൽ ചാർജില്ല. അപ്പം ഞാനിങ്ങനെ വീഡിയോ എടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ചാർജ് ചെയ്യാൻ വെക്കാത്തതാണ് ഇതുവരെ. വായിൽ വെള്ളം വരുന്നത് കഴിക്കാൻ എന്തായാലും കഴിച്ചിട്ട് കഴിക്കുന്ന ഒരു ഷോട്ടോ കൂടി എടുത്തിട്ട് പോകാം. ഞാൻ ഓവാക്കില്ല, നല്ല രസമുണ്ട്. ചില സമയത്ത് നമ്മളുണ്ടാക്കണേക്കാളും വേറെ ആരെങ്കിലും ഉണ്ടാക്കിയത് കഴിക്കുമ്പോൾ വല്ലാത്തൊരു ടേസ്റ്റാണ് അല്ലേ. എനിക്ക് തോന്നിയിട്ടുണ്ട് ഇപ്പം ഞാൻ ഉണ്ടാക്കണമെങ്കിൽ ആ മസാല മണമൊക്കെ അടിച്ചിട്ട് കഴിക്കുമ്പോഴത്തേനുള്ള ആ ഒരു
ഇതങ്ങോട്ട് പോകും. പക്ഷെ ഇത് നല്ല രസമാണ് കേട്ടോ, വെറുതെ പറയാല. ഇവിടെ ഉണ്ടാക്കുന്ന എല്ലാ സാധനങ്ങളും നല്ല അടിപൊളി ടേസ്റ്റാണ്, പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഐറ്റംസ്. അപ്പോൾ ഞാൻ കഴിക്കട്ടെ, ഒരു ഫോൺ ചാർജ് ചെയ്യട്ടെ, ഞാൻ എന്തെങ്കിലുമൊക്കെ ഇരുന്ന് കണ്ട് റിലാക്സ് ചെയ്ത്. എനിക്ക് 11 മണിക്ക് അങ്ങോട്ട് പോകണ്ടേ, ഇത് വരെ ആ സമയമാവും. പിന്നെ അവരും എല്ലാവരും ഫ്രീ ആകുമ്പോൾ ആ സമയമാവും. അപ്പോൾ അങ്ങോട്ട് പോകണം മുന്നേ എനിക്കൊന്ന് കുറച്ച് സമയം ഉറങ്ങിയിട്ട് വേണം പോകാനാണ് എൻ്റെ മനസ്സിൽ. കാരണം എനിക്ക് നല്ല ഉറക്കമുണ്ട്, നല്ല ക്ഷീണമുണ്ട്. ഞാനാകെ 4 മണിക്കൂർ എന്തോന്ന് ഉറങ്ങിയിട്ടുള്ളൂ. അപ്പോഴാണ് നേരത്തെ എണീറ്റ് പോവുകയും ചെയ്ത്. അപ്പോൾ എന്തായാലും കുറച്ച് സമയം ഉറങ്ങുകയും കൂടെ വേണം. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ എന്താണെന്ന് ചോദിച്ചാൽ, വീഡിയോയിൽ കാര്യമായിട്ട് പ്രത്യേകിച്ചൊന്നും ഉണ്ടാവില്ല. പക്ഷെ എനിക്ക് പണ്ടും ഇങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു, ഇങ്ങനെ എടുത്തു വയ്ക്കുക. അപ്പോൾ സംഗതി എങ്ങനെയാ വെച്ചാൽ, കുറേ കാലം കഴിഞ്ഞ്, അധികം കാലമൊന്നും കഴിയണ്ട, ഒരു 1.5 വർഷം കഴിഞ്ഞ് നോക്കുമ്പോഴും ഒരു 1.5 വർഷം മുന്നേ എൻ്റെ ലൈഫ് ഇങ്ങനെ ആയിരുന്നു, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ആയിരുന്നു എന്നൊക്കെ അങ്ങനെ തോന്നൂലേ. അപ്പം നമ്മൾ പണ്ടത്തെ ഫോട്ടോസൊക്കെ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് തോന്നില്ലേ, അങ്ങനത്തെ ഒരു ഇതിന് വേണ്ടിയിട്ടാണ്. അപ്പം എന്തായാലും ഞാൻ പൊട്ടിക്കട്ടെ, എന്നിട്ട് ഫോൺ ചാർജ് ചെയ്യട്ടെ. ഇപ്പോൾ സമയം 8 മണിയായി. ഇനി റിലാക്സ് ആയിരിക്കും. ഈ ഒരു സമയം നല്ല അടിപൊളിയാട്ടോ, പ്രത്യേകിച്ച് ഒന്നും ചെയ്യാല്ലാണ്ട് നമുക്ക് ഇങ്ങനെ കിടക്കാം. കിടക്കാം, റിലാക്സ് ചെയ്ത് കിടക്കാം. എന്നിട്ട് ഇങ്ങനെ TV കണ്ട് മിക്കവാറും ഞാൻ ഉറങ്ങിപ്പോവും. അതാണ് എല്ലാ ദിവസവും സംഭവിക്കാറ്. അപ്പം എന്തായാലും ഇപ്പോൾ പ്രത്യേകിച്ചൊന്നും കാണിക്കാറില്ല. ഞാൻ ഇത് വന്നതിന് ശേഷം കാണാം. ഞാൻ വാക്ക് വലിച്ചു, ഞാൻ ഉറങ്ങി. ഞാനൊരു 1 മണിക്കൂർ 1.5 മണിക്കൂർ ഉറങ്ങി. അപ്പോൾ ഉറങ്ങി നീറ്റപ്പോൾ ഉറക്കം കണ്ടിന്യൂ ചെയ്യാൻ തോന്നുന്നു, നിർത്താൻ പറ്റണില്ല. പക്ഷെ നമ്മൾ പോകാൻ ഓൾറെഡി പ്ലാൻ ചെയ്തുകൊണ്ട് നമുക്ക് പോകണം. അപ്പം പോയിട്ട് വരാം. ഇതോ ആ ഏറ്റവും നെടു നോക്കട്ടെ, ഒന്നിങ്ങോട്ട് തിരിയൂ, ഇങ്ങോട്ട് തിരിയാക്കട്ടെ. മറ്റേ അശോകന്റെ സാധനം ഇതാ, അഴകേ അതിന് നോക്കി അങ്ങനെ നോക്കിയേ. നമുക്ക് പോവാം. ഫുഡ് എടുത്തിട്ടുണ്ട് നമ്മൾ. സൗണ്ട് കുറച്ചിട്ടാണ്. ഇതോ കുറച്ച് ജാടയുണ്ട്. വീഡിയോ കണ്ടിട്ട് എല്ലാവരും പറയും മിഥുന് ഭയങ്കര ജാടയാണല്ലേ, മിഥുന് ഭയങ്കര ഇതൊന്നും മിഥുന് തീരെ ഇഷ്ടമല്ല എന്നൊക്കെ. ഞാൻ ഇടും, ഫുള്ള് റോ ആണ്. എന്റെ കുരു നോക്കണോ, ഇത് നോക്ക്. മിഥുന്റെ മിഥുന്റെ ഹിന്ദി നമുക്ക് കേൾക്കാം. ഞാൻ പറയും ഇതിനെ ഭാരിച്ച കാര്യങ്ങളൊക്കെ. എന്റെ ചെറുതെ ഒന്നൊരു പറഞ്ഞേ, എന്തിനാ ഇങ്ങനെ ഭാരിച്ച കാര്യങ്ങളൊക്കെ പറയുന്നത്? ഇങ്ങനെ അറിയുന്ന ഭാഷ പറഞ്ഞ പോലെ. മതി 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 മതി. ഞാൻ റോ ആണ്, എത്ര റോ ആവണ്ട. ഞാൻ ഇടും നീ എന്തായാലും ഇടും. എൻ്റെ ആറ്റിറ്റ്യൂഡ് മാത്രടാ ഞാൻ എപ്പോഴും. എന്നിട്ട് എല്ലാവരും മിഥുന് ഇതൊന്നും ഇഷ്ടം, ഇത് ഭയങ്കര ജാടല്ലേ, കലിപ്പന്റെ കാന്താരി അത്ര ഉണ്ടംപരി. I don't know what I'm more excited for you guys or the food. Both. If you want, you can just go back now. Waiting for you. Oh, okay. Hello. Taking me. My name is Sumaya and I try to make moong dal with chicken. But I don't know you guys will like it or not. Is it good? Of course, it's good. Paji, you tried it. Ask give me 3 out of 10. Oh. Yes, and I want to eat it. Padak. It's good? Oh yeah. Mark it out of 10. 2.
No, 11. It's good. 11 out of 100. Mark. It's not Mark, straight. Mark, എത്ര? Honest. Oh, no! And you say 3 and you don't know how to cook. You disgusting people. Long video day. It's been a while since I shot. Okay. Change the camera. Why you driving like this? Me? Right? Tastes good. അവളോട് ചോദിക്കും. What's this? This is orange mousse. Why you giving me? I made it with condensed milk, orange juice, and I need some whipping cream, but I don't have some. Good. It's good? You like it? Okay, I have more mixture over there. If you want to refill, you can do it by itself. And I used to put straw. 10 out of 10. Out of 100. Why out of? 100. Out of 100. Out of 100. Out of 5. No. Now he's lying. Oh yeah. No, he's lying. Out of 100, he say it's 5. And this two thing is really good. Medium milk. Yes. Tell the viewers I put some milk on top of it. I saw that. Yes. How many like points you're gonna It's give? little salty. Oh, is it? Yeah, but it's 7. 7 out of 7? He's my brother. He gave me 5 out of 5. No. Salt is subjective. No. Yes. And these two things is really tasty. You go. Phone. iPhone, the folding one from me. Really? That's not good. Hi. Oh, it's nice. It's not free. Lightweight. इसको डाल बेटा पैरों से उठा. अच्छा उस दिन का वो ले आना. अच्छा क्या बोलते चादर. हाँ चद्दर में जाते हैं. वो जो ब्लैक वाला था वो ले आना. ചത്ത് എത്തി എത്തി. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം രാത്രി ഒരു സിനിമ കണ്ട് കഴിഞ്ഞപ്പോൾ 2 മണിയായി. അപ്പം പിന്നെ മിതു പറഞ്ഞു നമുക്ക് ഇന്ന് അവിടെ എല്ലാവരും പറഞ്ഞു ഇവിടെ കിടന്ന് ഉറങ്ങും. ഇനിയിപ്പം എന്തിനാ പോണേ, എന്തായാലും ഇന്ന് ഷിഫ്റ്റും ഇല്ല. മിതുവിന് വൈകുന്നേരമാണ് ഷിഫ്റ്റ്. അങ്ങനെ ഞങ്ങൾ കിടന്ന് ഉറങ്ങി. ഇപ്പോൾ സമയം 14 അപ്പം എന്നാലും ഇനി വീട്ടിൽ പോട്ടെ. പല്ലേക്കാനുള്ള പ്രശ്നമൊന്നുമില്ല. കുറച്ച് വെയിലൊക്കെ കാണാനുണ്ട് നമ്മുടെ കാർ. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഞാൻ ബാങ്ക് വരെ പോയി. കുറച്ച് ബിൽസ് കയ്യിലുണ്ടായിരുന്നു, എന്നുവെച്ചാൽ നോട്ട്. അപ്പോൾ അതൊന്ന് ഇടാണ്ടായി. അപ്പോൾ അതിന് വേണ്ടി പോയതാ. ഞാനൊരു എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിൻ്റെ റിസൾട്ട് വന്നു. കുറച്ച് പേർക്ക് മാത്രമേ ഈ മെയിൽ വന്നുള്ളൂ. ഞങ്ങൾ കുറച്ച് പേർക്ക് മെയിൽ വന്നിട്ടില്ല. അപ്പം എന്താ, ഞാൻ ഒരു വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാതെ എഴുതിയതാ. സോ അപ്പം എനിക്കതിങ്ങനെ ആലോചിച്ചിട്ട് വീട്ടിൽ ഇരിക്കാൻ പറ്റണില്ല, ബേജാറായിട്ട്. അപ്പോൾ റിസൾട്ട് വരികയാണെങ്കിൽ മാത്രം, പോസിറ്റീവ് റിസൾട്ട് ആണെങ്കിൽ മാത്രം ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യുള്ളൂ ഈ ഷോർട്ട്. അതല്ലെങ്കിൽ ഞാൻ ഇന്നലെ എടുത്തെടുത്ത് വെച്ച് ഞാൻ നിർത്തും. ഞാൻ പിന്നിൽ ആരുണ്ട് ചോദിച്ചു. ഞാൻ അത്യാവശ്യം നല്ലോണം എഫേർട്ട് ഇട്ട് പഠിച്ചെഴുതിയൊരു എക്സാമായിരുന്നു. പക്ഷേ എക്സാം എഴുതുമ്പോൾ എനിക്ക് ഞാൻ വിചാരിച്ചത്രയ്ക്ക് എഴുതാൻ പറ്റിയില്ല. അത്ര അടിപൊളി ആയിരുന്നില്ല. സോ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായില്ല.
ബട്ട് സ്റ്റിൽ എക്സാം റിസൾട്ട് വരാൻ ആലോചിക്കുമ്പോൾ ഒരു ടെൻഷനല്ലേ. ഞങ്ങൾ കുറച്ച് പേർക്ക് മാത്രം മെയിൽ വന്നിട്ടില്ല ഇതുവരെ. വരികയാണെങ്കിൽ ഞാൻ അതിൻ്റെ കണ്ടിന്യൂഷൻ എടുക്കുന്നത് പോസ്റ്റ് ചെയ്യും, അല്ല ഞാൻ പോസ്റ്റ് ചെയ്യില്ല. അപ്പോൾ എന്തായാലും അത്രയൊക്കെ ഉള്ളൂ. ടാറ്റാ. അപ്പം എൻ്റെ ഈ വീഡിയോ അവസാനിപ്പിക്കാനുള്ളൊരു ലാസ്റ്റ് ഷോട്ട് എടുക്കണമായിരുന്നു. അപ്പോൾ അതെന്തായാലും എക്സാം റിസൾട്ട് വന്നതിൻ്റെ ശേഷം പോസിറ്റീവ് ആണെങ്കിൽ മാത്രമല്ലേ അത് ആഡ് ചെയ്യണുള്ളൂ എന്ന് ഞാൻ പറഞ്ഞത്. അങ്ങനെ അന്ന് എനിക്ക് റിസൾട്ട് വന്നില്ല. അന്ന് രാത്രി മുഴുവൻ ഞാൻ ഇത് റിഫ്രഷ് ചെയ്തുകൊണ്ടേയിരുന്നു എൻ്റെ മെയിൽ ബോക്സ്. പക്ഷേ നെക്സ്റ്റ് ഡേ ആണ് എനിക്ക് റിസൾട്ട് വന്നത്. ഞാൻ പാസ്സായി ഗൈസ്. ഞാൻ സത്യം പറയാൻ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിട്ടേ ഇല്ല, കാരണം എനിക്ക് എക്സാം നല്ല ടഫായിരുന്നു. എന്തായാലും ഞാൻ എക്സാം പാസ്സായി. അപ്പോൾ അതൊന്ന് അപ്ഡേറ്റ് ചെയ്തിട്ട് ഈ വീഡിയോ കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും ഇനി നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുന്നവർ ബൈ.